ഇനി MMF for air gap. The MMF for air gap കണ്ടുപിടിക്കുന്നതിന് the iron surfaces around the air gap are not smooth. എയർ ഗ്യാപ്പിന് ചുറ്റുമുള്ള അയൺ സർഫസ് സ്മൂത്ത് അല്ല. And so the calculation MMF for the air gap by ordinary methods gives wrong results. The problem is complicated due to the following. അപ്പോൾ ഈ MMFൻ്റെ എയർ ഗ്യാപ്പ്, അതായത് ഈ അയൺ പോർഷൻ്റെ എയർ ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൻ്റെ BH കർവിൽ നിന്നൊക്കെ നമുക്ക് MMF എടുക്കാം. ഫ്ലക്സ് ഡെൻസിറ്റി നോക്കിയിട്ട് BH curve എന്ന് പറയുന്നത് B along the y axis and H along the x axis. You are familiar with that curve. അപ്പോൾ ഓരോന്നിൻ്റെയും ഭാഗത്ത് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള H എന്താണെന്ന് നോക്കിയിട്ട് ആ H കിട്ടിയതിന് ശേഷം BH കർവിൽ നിന്ന് H കിട്ടിയതിന് ശേഷം എത്രയാണോ ആ പോർഷൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ പോർഷനിലെ ആംബിയർ ടേൺസ് കിട്ടും. അതേപോലെ ഓരോ പോർഷനെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ എയർ ഗ്യാപ്പിൽ വരുമ്പോഴത്തേക്ക് എയർ ഗ്യാപ്പിൽ അങ്ങനെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എയർ ഗ്യാപ്പ് പല രീതിയിലുള്ള എയർ ഗ്യാപ്പാണ്. എയർ ഗ്യാപ്പിന് ചുറ്റുമുള്ളത് രണ്ട് സൈഡ് സ്ലോട്ടഡ്, പിന്നെ അല്ലെങ്കിൽ ഒരു സൈഡ് സ്ലോട്ടഡ്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ദി calculation MMF for the air gap by ordinary methods gives wrong results. The problem is complicated due to the following. First point, one or both of the iron surfaces around the air gap may be slotted. ഒന്നോ അതിൽ കൂടുതലോ സർഫസ് സ്ലോട്ടഡ് ആയിരിക്കും, so that the flux tends to concentrate around the teeth instead of ഡിസ്ട്രിബ്യൂട്ടിങ് യൂണിഫോംലി. അപ്പം ഈ പോർഷനിൽ യൂണിഫോമായിട്ടായിരുന്നില്ല ഫ്ലക്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ സബ്സിക്വൻ്റ് ആയുള്ള ഒന്ന് രണ്ട് ടോപ്പിക് കൂടെ കാണുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഈ സ്ലോട്ടഡ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? യൂണിഫോമായിട്ട് ഫ്ലക്സ് പോവില്ല, ടീത്തിൻ്റെ അവിടെ കുറച്ച് കോൺസെൻട്രേഷൻ കാണും. വിൽ ബി കോൺസെൻട്രേറ്റഡ് അറൗണ്ട് ദ ടീത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ് യൂണിഫോംലി. രണ്ടാമത്തെ പോയിൻറ്റ്, ദർ ആർ റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ്. Radial ventilating ducts ഉണ്ട്. There are radial ventilating ducts for cooling, due to which the flux distribution is not uniform, which poses a similar problem as above. Radial ventilating ducts ഉണ്ടാകും. Radial ventilating ducts എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതൊരു ആർമച്ചർ ആണെങ്കിൽ റോട്ടറിൻ്റെ കാര്യമാണ് കാണിച്ചേക്കുന്നത്. റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് നോക്കണം. അപ്പോൾ ആദ്യം 3 സ്റ്റാക്കാണ് ഇവിടെ ഉള്ളത്. മൊത്തം ലെങ്ത് L, 3 സ്റ്റാക്ക്, ഒരടുക്ക്, രണ്ടാമത്തെ അടുക്ക്, മൂന്നാമത്തെ അടുക്ക്. ലാമിനേഷൻസാണ്. ഓൾ ദീസ് ആർ ലാമിനേഷൻസ്. ഇപ്പോൾ ലാമിനേറ്റ് ചെയ്തിരിക്കുക. ലാമിനേഷൻസിൻ്റെ പ്രഷറേഷൻ നമ്മളിങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ഇത് സ്റ്റാക്ക്. സോ ഈച്ച് ഓഫ് ദി സ്റ്റാക്ക് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ലാമിനേഷൻസ്. ഇപ്പോൾ ലാമിനേഷൻസ് അടുക്കി. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻഡക്ഷൻ മോട്ടർ എടുത്ത പോർഷനിൽ കോർ ലെങ്ത്, വെൻ ദ കോർ ലെങ്ത് എക്സീഡ്സ് 12.5 സെൻറ്റിമീറ്റർ, അബൌട്ട് 12.5 സെൻറ്റിമീറ്റർ, റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. ഇതാണ് റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. ഇത് റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ്. അപ്പം ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് കൊടുക്കും. അപ്പോൾ ഷാഫ്റ്റ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഇടയ്ക്ക് ഗ്യാപ്പാണ് ആക്ച്വലി ത്രൂ ഔട്ട് ദി എൻ്റയർ പെരിഫറി. ഇത് അപ്പം എയർ ആണെങ്കിൽ ഇത് കറങ്ങുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എയർ പോയി ഇതിനുള്ളിലുള്ള ഭാഗങ്ങൾ കൂളാകാൻ പറ്റും. റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ്. അപ്പോൾ റേഡിയൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതുകൂടാതെ ആക്സൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് ഉണ്ട്. ആക്സൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ ഷാഫ്റ്റിന് പാരലായിട്ട് കൊടുക്കുന്നതാണ് ആക്സിൽ വെൻറ്റിലേറ്റിംഗ് ഡക്ട്. ഇത് ആക്സിൽ. ഇതിൻ്റെ തന്നെ ഒരു ഐസോമെട്രിക് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. മൊത്തം ലെങ്ത് ഓഫ് ദ കോർ. അപ്പോൾ ഇതിനകത്തുനിന്ന് 2 ഡക്റ്റ്. ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ വേറൊരു വ്യൂ ആണ്. വിഡ്ത്ത് ഓഫ് ദ ഡക്റ്റ് ഈസ് WD. അപ്പം അയൺ പോർഷൻ മൊത്തം ഇല്ല. നോട്ട് ഓൾ ദ പോർഷൻ ഈസ് അയൺ. നെറ്റ് അയൺ പോർഷൻ എന്ന് പറയുന്നത് L ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോർ. റോട്ടറോ സ്റ്റേറ്ററോ എന്തോ ആകട്ടെ, ഇവിടെ റോട്ടറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എത്ര ഡക്റ്റ് ഉണ്ടോ അത്രയും ഡക്റ്റിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണം. വിഡ്ത്ത് ഓഫ് ഈച്ച് ഡക്റ്റ് ഈസ് WD. അപ്പം വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ സ്ലോട്ടിനുള്ള മാതിരി ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താ പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. തേർഡ് പോയിൻ്റ് ഈസ്
In salient pole machines, the gap dimensions are not constant over the full pole pitch portion. ഈ ഗ്യാപ്പ് ലെങ്ത് ഇവിടെ നമ്മൾ ഒരേപോലെ കാണിച്ചിരിക്കുന്നെങ്കിലും ഇങ്ങനെയല്ല. ഇങ്ങനെയല്ല. ഇവിടെ നമുക്ക് സിനുസോയിഡലായിട്ട് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നതിന് ഈ ഒരു പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു പോളിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ സെൻട്രൽ ലൈൻ മുതൽ ഈ ഇൻ്റർപോളാർ ആക്സിസ് മുതൽ ഈ ഇൻ്റർപോളാർ ആക്സിസ് വരെയുള്ളതാണ് ഒരു പോളിൻ്റെ അധീനതയിലുള്ള പ്രദേശം. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പോൾ മൂലം ഉണ്ടാകുന്ന ഫ്ലക്സ്, അതിൻ്റെ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ മോറുള്ള സിനുസോയിഡലായിരിക്കണം. സിനുസോയിഡൽ, ദ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്പേസ് ഇസ് സിനുസോയിഡൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം ഫ്ലക്സ് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറഞ്ഞു വരണം ഫ്ലക്സ്. അതിനനുസരിച്ച് അപ്പം ഈ പോൾ ഫേസ് രൂപപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ മിനിമം ഗ്യാപ്പും ഇങ്ങോട്ട് പോകും തോറും ഗ്യാപ്പ് കുറഞ്ഞു വരും, അല്ല ഗ്യാപ്പ് കൂടി വരും. നമുക്ക് ഫ്ലക്സ് കുറഞ്ഞു വരണം സിനുസോയിഡലായിട്ട്. അതിനനുസരിച്ച് ഇവിടുത്തെ ഡിസ്റ്റൻസ് അതിനനുസരിച്ച് ക്രമപ്പെടുത്തും. അപ്പോൾ ഇങ്ങോട്ട് വരും തോറും ഈ ഡിസ്റ്റൻസ് കൂടി പോകും. ഇവിടുന്ന് സെൻട്രൽ ലൈനിൽ നിന്ന് അരികിലോട്ട് പോകും തോറും ഈ ഡിസ്റ്റൻസ് കൂട്ടി പോകും ടു ഗെറ്റ് എ സിനുസോയിഡൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ സ്പേസ്. അപ്പോൾ അതാണ് ഇവിടെ പോസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രോബ്ലം. ഇൻ സാലിയൻ പോൾ മെഷീൻസ് ദ ഗ്യാപ്പ് ഡയമെൻഷൻസ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ് ഓവർ ദ ഫുൾ പോൾ പിച്ച് പോർഷൻ. നമുക്ക് ആ കേസ് അതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം, എന്നെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെൻ ദ ടു സൈഡ്സ് ഓഫ് ദ എയർ ഗ്യാപ്പ് ആർ സ്മൂത്ത്. അപ്പോൾ അങ്ങനൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതൊരു തിയററ്റിക്കൽ കേസാണ്, അങ്ങനൊരു പ്രാക്ടിക്കൽ കേസ് നമുക്കില്ല. അപ്പം ഇത് സ്റ്റേറ്റർ സർഫസും റോട്ടർ സർഫസുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വൺ ഈ സ്റ്റേറ്റർ സർഫസ്, സ്റ്റേറ്റർ, ഇത് റോട്ടറുമാണ്. അപ്പോൾ സ്റ്റേറ്ററും റോട്ടറുമാണ്. സ്റ്റേറ്റർ റോട്ടർ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ഇത് പ്ലെയിനായിട്ട് വരുന്ന ഒരു കേസ് നമുക്കില്ല. പക്ഷേ ഫോർ അനാലിസിസ് പർപ്പസസ് വി ആർ കൺസിഡറിങ് ദിസ് തിയററ്റിക്കൽ കേസ്. ഇപ്പോൾ ഒരു സൈഡ് സ്മൂത്തായിട്ട് വരുന്നു വിചാരിക്കും, അടുത്ത സൈഡ് സ്മൂത്ത് എങ്ങനെ? അപ്പോൾ അടുത്ത സൈഡ് സ്ലോട്ട്, കണ്ടക്ടേഴ്സ് വെക്കാൻ സ്ലോട്ട് വേണം. പക്ഷേ ആ സ്ലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ ഫുള്ളി ക്ലോസ്ഡ് സ്ലോട്ട്സ്, അകത്തായിട്ടാണ്. ഗ്യാപ്പിൻ്റെ പോർഷനല്ല, അകത്തായിട്ട് നമ്മൾ സ്ലോട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടക്ടർ വെക്കും. ദീസ് ആർ ദി സ്ലോട്ട്സ് ഫോർ ദി കണ്ടക്ടേഴ്സ്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കേസുകളിൽ തന്നെ ഈ പറഞ്ഞ കേസുകൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ ഈ ഓപ്പൺ സ്ലോട്ട്സോ സെമി ക്ലോസ്ഡ് സ്ലോട്ട്സോ അല്ലാതെ ഈ രീതിയിലുള്ള ഒരു സ്ലോട്ട് അറേഞ്ച്മെൻറ്റ്. അപ്പം ഫുള്ളി ക്ലോസ്ഡ് സ്ലോട്ട്സ് ആണ്. അപ്പം കണ്ടക്ടർ കൊരുത്തെടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ദിസ് ഈസ് ദ ഫ്ലക്സ്. ഇത് ഒരു സർഫസിൽ നിന്ന് അടുത്ത സർഫസിലോട്ട് പോകുന്ന ഫ്ലക്സ് ആണ്. ഇവിടുത്തെ ഫ്ലക്സ് ആണ്, ഒരു സർഫസിൽ നിന്ന് അടുത്ത സർഫസ് പോകുന്ന ഫ്ലക്സ്. അപ്പോൾ ഇവിടെ ഓപ്പൺ സ്ലോട്ടിന് പകരം ഫുള്ളി ക്ലോസ്ഡ് സ്ലോട്ട്സ്, ഇത് പ്ലെയിൻ സർഫസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനൊരു കേസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം വി പുട്ട് the gap length, air gap length as Lg. Lg is the air gap length. Here the flux is uniformly spread over the entire slot pitch. ഒരു സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോട്ട് പിച്ച്, ഇതൊരു സ്ലോട്ട്, അടുത്ത സ്ലോട്ട്. സോ സ്ലോട്ട് പിച്ച് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സ്ലോട്ട്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ സ്ലോട്ട് പിച്ച്. സോ ദിസ് ഈസ് ദ സ്ലോട്ട്. This is one slot and this is the other slot. The two adjacent slots are shown here, closed slots. അപ്പം ഫ്ലക്സ് ഒരു സർഫസിൽ നിന്നുള്ള ഒരു പാർട്ടിൽ നിന്നുള്ള ഫ്ലക്സ് ഇങ്ങനെ എയർ ഗ്യാപ്പിലൂടെ. സോ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇറ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ഇവിടെ ഇൻ ജനറൽ വി ആർ ടേക്കിംഗ് വൈ എസ് ആസ് ദ സ്ലോട്ട് പിച്ച്, small y suffix s. The air gap length is taken as Lg. Here the flux is uniformly spread over the entire slot pitch and goes straight across the air gap. അപ്പോൾ ആദ്യം നമ്മൾ കേസ് കൺസിഡർ ചെയ്യുന്ന വെൻ ദ ടു സൈഡ്സ് ദ എയർ ഗ്യാപ്പ് ആർ സ്മൂത്ത്, സ്ലോട്ടഡ് സർഫസ് അല്ല, സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ലെറ്റ് എൽ ബി ദ ലെങ്ത് ഓഫ് ദ കോർ. ഈ ലെങ്ത് ഓഫ് ദ കോറിൻ്റെ ലെങ്താണ് എടുത്തിരിക്കുന്നത്.
അല്ലെങ്കിൽ ഇവിടെ പ്ലെയിൻ ഫിഗറിൽ ലെങ്ത് ഓഫ് ദ കോർ. അപ്പോൾ അങ്ങനെ ലെങ്ത് ഓഫ് ദ കോറാണ് എൽ. എൽ ജി ഈസ് ദ എയർ ഗ്യാപ്പ് ലെങ്ത്, വൈ എസ് ഈസ് ദ സ്ലോട്ട് പിച്ച്, ഡബ്ല്യു എസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് സ്ലോട്ട് ആൻഡ് ഡബ്ല്യു ടി ഈസ് ദ വിഡ്ത്ത് ഓഫ് ടൂത്ത്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് ഓഫ് ദ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ലോട്ട്. ദിസ് ഈസ് ദി ടൂത്ത്. അപ്പോൾ ഇത് ടൂത്താകും. അപ്പോൾ ഡബ്ല്യു ടി ഇതോ ഡബ്ല്യു എസ് സ്ലോട്ടിൻ്റെ വിഡ്ത്ത്. അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യാഞ്ഞത്. അപ്പോൾ ഡബ്ല്യു ടി ആൻഡ് ഡബ്ല്യു എസ് സി width of slot and width of tooth, width of teeth, width of tooth and width of all the slots and teeth are of identical dimensions. അപ്പോൾ അങ്ങനെയാകുമ്പോൾ റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് ഫോർ വൺ സ്ലോട്ട് പിച്ച് പോർഷൻ, ഒരു സ്ലോട്ട് പിച്ച് പോർഷനിലെ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് എന്താണ്? റിലക്റ്റൻസ് നമ്മൾ കൊടുക്കുന്ന എസ് എന്നും പറഞ്ഞ ലെറ്റർ. അപ്പോൾ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് ആയതുകൊണ്ട് എസ് ജി എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. എസ് ജി ഈസ് ദ റിലക്റ്റൻസ് ഓഫ് ദ എയർ ഗ്യാപ്പ് പോർഷൻ ഫോർ വൺ സ്ലോട്ട് പിച്ച്. ഒരു സ്ലോട്ട് പിച്ച് പോർഷനിലെ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റിലക്റ്റൻസിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? എൽ ബൈ എ മ്യൂ. Length of the air gap divided by area perpendicular to the path of the flux. Length of the air gap എന്ന് പറയുമ്പോൾ ഇത്രയാണ് ലെങ്ത് ഓഫ് ദ. അപ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും ഗ്യാപ്പ് ലെങ്തിൻ്റെ റിലക്റ്റൻസ് ഒരു സ്ലോട്ട് പിച്ച് പോർഷനിലെ റിലക്റ്റൻസ് നമുക്കറിയാം. കണ്ടക്ടറിൻ്റെ ഏരിയ അതേപോലെ ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ അനുസരിച്ച് മാറും. ഇതാണ് ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ റെസിസ്റ്റൻസ്, കൂടുതൽ റെസിസ്റ്റൻസ്, ആൻഡ് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറയും എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ആ വിട്ടെടുക്കുന്നതനുസരിച്ച് മാറും. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യണം. ഒരു സ്ലോട്ട് പിച്ച് പോർഷനിലെ ഈ എയർ ഗ്യാപ്പ് പോർഷനിലെ റിലക്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്ക് ഈ general expression L by A mu. Reluctance is L by A mu. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Where mu is the permeability, L is the length, A is the area perpendicular to the path of the flux, and mu is the permeability. ആ മ്യൂവിനകത്ത് consists of two things, mu0 into mu r, where mu0 is the permeability of free space or air or vacuum, and mu r is the relative permeability. mu എന്ന് പറഞ്ഞാൽ അപ്പോൾ mu r for എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ mu r 1 ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് എൽ ജി ബൈ എ mu0 എന്നായിട്ട് വരും. എൽ ജി ബൈ എ mu0. അപ്പോൾ എൽ ജി ബൈ എ എന്താണ്? എ ഒരു സ്ലോട്ട് പിച്ച് പോർഷനിലെ എയർ ഗ്യാപ്പിൻ്റെ ഏരിയ. അപ്പം ഇതിന് ലെങ്ത് ഇങ്ങനെയാണ്. ദിസ് ദി ലെങ്ത്, ഇങ്ങനെ ആ ലെങ്ത് പോകുന്നത്. അപ്പം ലെങ്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ലെങ്ത്. അപ്പം ഇത്രയും ലെങ്ത്, സി ദ ലെങ്ത് ഓഫ് ദി റോട്ടർ. അപ്പം ഒരു സ്ലോട്ട് പിച്ച് പോർഷനിലെ എയർ ഗ്യാപ്പിലെ ലെങ്ത്, അപ്പോൾ അത് എന്തായിരിക്കും? YS ഇൻറ്റു ലെങ്ത് എന്ന് വരും. YS ഇൻറ്റു ലെങ്ത്, ദാറ്റ് വിൽ ബി ദി ഏരിയ. സോ LG divided by mu0 LYS, A is equal to LYS is the area perpendicular to the path of the flux. A equal to L into YS is the area perpendicular to the path of the flux. Okay. Now, the slotted armature. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഒരു സൈഡ് സ്ലോട്ടഡ് ആണെങ്കിൽ, സ്ലോട്ടഡ് ആർമച്ചർ, കൺസിഡർ ദ കേസ് ഓഫ് എ സ്ലോട്ടഡ് ആർമച്ചർ.
with a small air gap. The flux is confined to the tooth portion as shown. അപ്പം വീണ്ടും നേരത്തെ കൺസിഡർ ചെയ്ത ഒരു കേസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ. ഒരു സൈഡ് സ്ലോട്ടഡാണ്. സോ ദ സ്ലോട്ട്സ് ആർ ഷോൺ ഹിയർ. എങ്ങനെ? ഓപ്പൺ സ്ലോട്ട്സ് ആർ ഷോൺ ഹിയർ. ദിസ് ദ ടൂത്ത് പോർഷൻ, സ്ലോട്ട് പോർഷൻ, ടൂത്ത് പോർഷൻ, സ്ലോട്ട് പോർഷൻ. ഒരു സ്ലോട്ട് പിച്ച് പോർഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഒരു സ്ലോട്ട് പിച്ച് പോർഷൻ എന്ന് പറഞ്ഞാൽ ദി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സ്ലോട്ട്സ്. അപ്പോൾ അത് YS, സ്ലോട്ട് പിച്ച് YS എന്നും പറഞ്ഞെടുത്തു. അപ്പം ഇത് സ്ലോട്ട്, ഇത് ടൂത്തും ആയതുകൊണ്ട് വീണ്ടും ഇത് സ്ലോട്ട്. ഫ്ലക്സ് എങ്ങനെയാണ് പോകുന്നത്? ഇത് മുകളിലത്തെ സർഫസ്, ഒരു സർഫസാണിത്. ഇത് സ്റ്റേറ്റർ എന്നും പറഞ്ഞെടുത്തോളൂ. സ്റ്റേറ്ററിൻ്റെ സർഫസാണിത്. സ്റ്റേറ്റർ, താഴത്തെ റോട്ടറിൻ്റെയും. ഇത് ആക്ച്വലി ഇത് സർക്കുലറാണ്. പക്ഷേ നമ്മളൊരു സ്ലോട്ട് പിച്ച് പോർഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഒരു സ്ലോട്ട് പിച്ച് പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫ്ലക്സ് പോകുന്നത് എങ്ങനെ? ഫ്ലക്സ് പോകുന്നത് ഫ്രം ദിസ് സർഫസ് ടു ദിസ് സർഫസ് റിലക്റ്റൻസ് ഏറ്റവും കുറവാണ്ട് ഈ ഗ്യാപ്പ് ഏറ്റവും കുറവ് ഇവിടെയാണ്. അപ്പം മച്ച് ദ ഫ്ലക്സ് ഓർ വി കൺസിഡർ ദാറ്റ് ദ ഹോൾ ഫ്ലക്സ് ഈസ് കൺഫൈൻഡ് ടു ദ ടൂത്ത് പോർഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ടൂത്ത് പോർഷനിൽ മാത്രമാണ് ഇത് ഒതുങ്ങി നിൽക്കുന്നതെന്ന് നമ്മൾ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതുവഴി ഒരു ചെറിയ ചില ഫ്ലക്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. ആദ്യത്തെ കേസ് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇത് മാത്രം. സോ ദ ഫ്ലക്സ് നേരത്തെ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്ന ഫ്ലക്സ്, നേരത്തെ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഫ്ലക്സ് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ അത് സ്ലോട്ടഡ് ആർമച്ചർ ആകുമ്പോഴത്തേക്ക് ഫ്ലക്സ് ഈ രീതിയിൽ പരിമിതപ്പെടും. ബിറ്റ്വീൻ ആ ടോപ്പ് സർഫസിൽ നിന്ന്, പ്ലെയിൻ സർഫസിൽ നിന്ന് ഇങ്ങനെ ടൂത്തിലോട്ട് മാത്രം ചാടുന്നു. അപ്പം ദിസ് ഇസ് ദ ഫ്ലക്സ്. അപ്പം ഈവൻ ദോ ദിസ് ഈസ് ദ സ്ലോട്ട് പിച്ച്, ദ ഫ്ലക്സ് വിൽ ബി കൺഫൈൻഡ് ഓൺലി ടു ദ ടൂത്ത് പോർഷൻ ആസ് ഷോൺ. ഇവിടെ WS എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ സ്ലോട്ട്, WT എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ടൂത്ത്, അഗെയിൻ ദ സ്ലോട്ട്, സോ ഓൺ. ഇപ്പോൾ ഒരു സ്ലോട്ട് പിച്ച് പോർഷൻ നമ്മൾ വീണ്ടും ഗ്യാപ്പ് ലെങ്ത് LG എന്നും പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൺസിഡർ ദ കേസ് ഓഫ് എ സ്ലോട്ടഡ് ആർമച്ചർ വിത്ത് എ സ്മോൾ എയർ ഗ്യാപ്പ്. The flux is confined to the teeth portion as shown. The effective or contracted slot pitch. Effective or contracted slot pitch. അപ്പോൾ ഇവിടെ സ്ലോട്ട് പിച്ച് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ടെങ്കിലും ഫ്ലക്സ് യഥാർത്ഥത്തിൽ പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഫ്ലക്സ് ഉള്ള ഭാഗം. അതാണ് എന്നാണ് പറയുന്നത് ദ ഇഫക്റ്റീവ് ഓർ കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്. ദ എഫക്റ്റീവ് ഓർ കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്, അതിനെ നമ്മൾ YS ഡാഷ് എന്ന് തൽക്കാലം വിളിക്കുന്നു. YS ഡാഷ് കോൺട്രാക്റ്റഡ് സ്ലോട്ട് പിച്ച്, അതിനെ YS ഡാഷ് എന്ന് വിളിക്കുന്നു. അതെന്താണ്? അത് ഈസ് ഈക്വൽ ടു WT. ഈ വിഡ്ത്ത് മാത്രമേ ഉള്ളൂ, ഈ വിഡ്ത്ത് പോർഷനിൽ മാത്രമേ ഫ്ലക്സ് പോകുന്നുള്ളൂ. ഈസ് WT ഈക്വൽ ടു YS മൈനസ് WS. YS മൈനസ് മൊത്തം വിഡ്ത്ത് മൈനസ് WS. ഈ YSൽ നിന്ന് ഒരു WS അങ്ങ് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പകുതിയും കൂടെ ചേരുമ്പോൾ YS ആകും. WT ആകും. ഇത് മൊത്തം YS. അപ്പോൾ ഈ YSനകത്ത് ആക്ച്വലി YS ഈസ് WT പ്ലസ് WS എന്ന് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ WT പ്ലസ് WS/2, ഇവിടുത്തെ WS/2. അപ്പോൾ നമുക്ക് WT സമം YS മൈനസ് WS എന്ന് എഴുതാം. സോ ദ റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് ഓഫ് എ സ്ലോട്ടഡ് ആർമച്ചർ SG ഈസ് ഈക്വൽ ടു LG ഡിവൈഡഡ് ബൈ LG. ഇപ്പോൾ വീണ്ടും നേരത്തെ ചെയ്ത മാതിരി LG ഡിവൈഡഡ് ബൈ μ0L. അപ്പം ഫ്ലക്സ് ഉള്ള പോർഷനിലെ ഏരിയ എടുത്താൽ മതി. ഫ്ലക്സ് ഉള്ള പോർഷനിലെ ഏരിയ. അപ്പം അത്രയും പോർഷനിലെ വിഡ്ത്ത് μ0 ഇൻറ്റു L ഇൻറ്റു അത്രയും പോർഷനും. L എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് വൈസ്, ഇങ്ങനെ ലെങ്ത് വൈസ് ആ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എത്ര പോർഷനിൽ ഫ്ലക്സ് ഉണ്ടോ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്ക് LG ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു L ഇൻറ്റു YS മൈനസ് WS. So this is another equation. Next we will see the effect of slotting, fringing എന്നും പറഞ്ഞുള്ള സംഗതി.